അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ നമ്മൾ നല്ല മലബാർ നൊസ്റ്റാൾജിക് ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളെ തക്കാരങ്ങളിലൊക്കെ താരമായിട്ടുള്ള മുട്ടമാലയും മുട്ടസുർക്കയും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് സ്വീറ്റ് ഐറ്റംസ് ആണിത്. നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ നല്ല റേറ്റാണ്. പക്ഷേ 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് രണ്ട് ഐറ്റംസ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. ബിസ്മില്ല. അപ്പോൾ നമ്മൾ മുട്ടമാലയും മുട്ടസുർക്കയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 4 എണ്ണം താറാവ് മുട്ടയും പിന്നെ 6 എണ്ണം കോഴിമുട്ടയാണ്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുന്നവർ വളരെ കുറഞ്ഞ അളവിൽ തന്നെ ചെയ്ത് നോക്കണതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ, അതായത് 5 മുട്ടക്കൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം. ഈ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് പകുതിയാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊക്കെ പൊട്ടിച്ചിട്ട് മുട്ടൻ്റെ വെള്ളയും മുട്ടൻ്റെ മഞ്ഞയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. പൊട്ടിച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഉണ്ണി പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തന്നെ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി നിങ്ങൾക്ക് താറാമുട്ട കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കോഴിമുട്ട മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ താറാമുട്ട കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ താറാമുട്ട കൂട്ടുമ്പോൾ മുട്ടമാലയ്ക്ക് നല്ലൊരു കളറും കിട്ടും. അതേപോലെ തന്നെ മാലകൾക്ക് നല്ലൊരു ബലം ഉണ്ടാവും, നല്ലൊരു ഉറപ്പും ഉണ്ടാവും. നമുക്കിങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ താറാമുട്ട കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ പ്രൊപ്പോർഷൻ വേണമെങ്കിൽ മാറ്റം വരുത്താം. ഒരു 10 മുട്ടയിൽ 3 മുട്ട 2 മുട്ടയൊക്കെ ചേർത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനെ പകുതിയായിട്ടും എടുത്താലും മതി. 5 താറാവ് മുട്ടയ്ക്ക് 5 കോഴിമുട്ട എടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാനിത് വേറൊരു ബൗളും കൂടെ എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് എഗ് യോക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഞാനിതിന്ന് ഇനി ഓരോ ഉണ്ണിയും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് തന്നെ ഉണ്ണിയും വെള്ളമൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഉണ്ണി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഇതുപോലെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. പിന്നെ നമ്മൾ ഒന്നായിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ആദ്യം തന്നെ മുട്ട കേടൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. മുട്ട ഒന്ന് വെള്ളത്തിലിട്ട് നോക്കിയാൽ പൊങ്ങി നിൽക്കുന്ന മുട്ടയ്ക്കാണെങ്കിൽ അത് യൂസ് ചെയ്യരുത്, കേടായിട്ടുണ്ടാവും. ഇതുപോലെ ഒന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഇതിൽ കേടുള്ള മുട്ടയൊക്കെ പെട്ടുപോയാൽ നമുക്ക് ബാക്കിയുള്ള മുട്ടയും കൂടെ യൂസ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന താറാമുട്ടൻ്റെ മഞ്ഞക്കരുക്ക് നല്ല മഞ്ഞ കളർ ഉണ്ടാവും. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയ താറാമുട്ടേനേക്കാളും കളറുള്ളത് കോഴിമുട്ടക്കാണ്. പിന്നെ നമ്മളിതിന്ന് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉണ്ണി പൊട്ടാതെ നോക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് കംപ്ലീറ്റ് ആയിട്ടും എടുത്ത് മാറ്റണം. 2 കൈയിലേക്ക് മാറ്റി ഇട്ട് കൊടുത്തിട്ട് ആ വൈറ്റ് ഇങ്ങനെ തുടച്ച് മാറ്റിയിട്ട് വേണം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് അങ്ങോട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതെന്തിനാണ് അരിച്ചെടുക്കുന്നതെന്നുള്ളൊരു കാരണം ഞാൻ കാണിച്ചു തരാം. നമ്മളെ മുട്ടൻ്റെ ഉണ്ണീൻ്റെ പുറത്ത് ഇതുപോലെ നേരിയൊരു പാടുണ്ട്. ഇത് നമ്മളെ മാലേൻ്റെ ഉള്ളിൽ കുടുങ്ങിയാൽ പിന്നെ നമുക്ക് നല്ല മാല പോലെ ആയിട്ട് അങ്ങോട്ട് കിട്ടില്ല. അതുകൊണ്ട് ഈ അരിച്ചെടുക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. അല്ലെങ്കിൽ കൈകൊണ്ട് മുട്ടൻ്റെ ആ പാട ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ നമ്മൾ അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ അതാ നമ്മൾ മുട്ടൻ്റെ ഉണ്ണിയൊക്കെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേറെ ഒന്നും ചേർക്കാനില്ല. നേരെ നമ്മളെ മുട്ടമാലേൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് ആക്കിയെടുക്കുന്ന പരിപാടിയും കൂടിയേ ഉള്ളൂ. അപ്പം മാല പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സോസിൻ്റെ ബോട്ടിലാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്കിതിന് പകരം പല മെത്തേഡും യൂസ് ചെയ്യാം. ചിരട്ടക്ക് ഹോളിട്ടിട്ടോ, അല്ലെങ്കിൽ ഒരു പേപ്പർ കപ്പിന് ചെറിയ ഹോളിട്ടിട്ടോ, ഡിസ്പോസിബിൾ ബോട്ടിലിന് ചെറിയ ഹോളിട്ടിട്ടോ, അങ്ങനെ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വല്ലാതെ ചെറിയ ഹോളായി പോകരുത്. ഒരു മുള്ളാണി കൊണ്ടൊന്നും ഹോൾ ഉണ്ടാക്കരുത്. കുറച്ച് വലിപ്പമുള്ള ആണി കൊണ്ടോ അല്ലെങ്കിൽ പപ്പടക്കൊള്ളി കൊണ്ടോ ഒക്കെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഹോൾ തീരെ ചെറുതായി പോയാലും മുട്ടമാല പെട്ടെന്ന് മുറിഞ്ഞു പോകും. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതായത് പഞ്ചസാരൻ്റെ സീറ റെഡിയാക്കണം. ഇതിലാണ് നമ്മൾ മുട്ടമാല വീശിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതേ കണക്കിന് തന്നെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്നും 1 ടേബിൾ സ്പൂണ് മുട്ടൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതങ്ങോട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള മുട്ടൻ്റെ വെള്ളം ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. ഇത് നമുക്കിനി കോരി മാറ്റാം. പഞ്ചസാരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ക്ലിയറായി കിട്ടാനാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്.
മുട്ടമാല ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര സീറ അത്രയ്ക്കും നല്ല ക്ലിയർ ആയിരിക്കണം, എന്നാലേ മുട്ടമാല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ പഞ്ചസാര സിറപ്പ് നല്ലപോലെ പതഞ്ഞ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, ഈ ഒരു സ്റ്റെപ്പ് ചെയ്തോളൂ. അപ്പോൾ ആദ്യം നമ്മൾ കോരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ അതും കോരി മാറ്റിയിട്ട് ഈ സീറ അങ്ങോട്ട് ക്ലിയർ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിത് നല്ല ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സീറ അങ്ങനെ നല്ലോണം പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ മാല ഇങ്ങനെ വീശി കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ബോട്ടിലിൻ്റെ ഹോള് കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടുപ്പിച്ചിട്ട് വീശിയെടുക്കുന്നത്. കുറച്ച് വലിയ ഹോളാണെങ്കിൽ നമുക്ക് കുറച്ച് പൊന്തിച്ചിട്ട് വീശിയെടുത്താൽ മതി. അതൊന്നും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതൊക്കെ ക്ലിയർ ആയി കിട്ടും. നിങ്ങൾ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചിട്ട് നല്ലോണം ചൂട് തട്ടുന്ന ഭാഗത്തായിരിക്കും നല്ലോണം പത വരാം. അപ്പോൾ കഴിയുന്നതും ഒരേപോലെ നല്ല ചൂടുള്ള അടുപ്പ് നോക്കിയിട്ട് തന്നെ ചെയ്യാം. വല്ലാതെ ചൂടുള്ള അടുപ്പൊക്കെ ആണെങ്കിൽ, വല്ലാതെ വലിയ അടുപ്പൊക്കെ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നമ്മൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ മേലെ പിന്നെ ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് തട്ടണമെന്നൊന്നും പ്രശ്നമില്ല. നല്ലോണം പത വരുന്ന ഭാഗം നോക്കിയിട്ട് വേണം ഇതിങ്ങനെ വീശി കൊടുക്കാൻ. നമുക്കിതുപോലെ നല്ല നീളത്തിൽ വീശിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമുക്ക് 10 മുട്ടയ്ക്ക് ശരിക്കും 1 കപ്പ് പഞ്ചസാര 1 കപ്പ് വെള്ളം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമുക്കിതുപോലെ അങ്ങോട്ട് നല്ലോണം വീശിയെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾ 20 മുട്ടയ്ക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ഈ ഒരു 1.5 കപ്പ് പഞ്ചസാരയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇത്രയും കൂടുതൽ എടുക്കാൻ കാരണം നമുക്ക് സാധാരണ നമ്മളൊരു കടിയൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ മുങ്ങി പൊരിയുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കൂലേ, അതേപോലെ തന്നെ നല്ല നീളത്തിൽ മാല വീശിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പഞ്ചസാരയും സീറ എടുത്തിട്ടുള്ളത്. ഇതുപോലെ മാല ഇങ്ങനെ വീശി കൊടുത്തതിന് ശേഷം നമുക്കൊരു മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 1 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. കോരി മാറ്റുന്നതിന് മുന്നേ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പതയുന്ന ഒന്ന് നിന്ന് കിട്ടുകയും ചെയ്യും. നമ്മളെ സീറൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ബാച്ച് ഒഴിക്കുമ്പോൾ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളൊരു ബാച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ആ സീറ ഒന്ന് വറ്റി വരുമല്ലോ, അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഞാനിതുപോലെ ഒരു 3 ബാച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറേ അധികമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ഓട്ടമുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ നിന്നിങ്ങനെ സീറ ഊറി വരും, അത് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിത് മുട്ടമാല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കണം. അത് കോരി മാറ്റി ഉടനെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച് കിടക്കും. അപ്പം പൊട്ടാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം അത് ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് മുട്ടസുർക്ക റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടൻ്റെ വെള്ളയിലേക്ക് പഞ്ചസാര സീറ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മുട്ടമാല വീശി എടുത്തിട്ടുള്ള പഞ്ചസാര സീറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മുഴുവനൊന്നും ഒഴിച്ചു കൊടുക്കണില്ല, മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. മുട്ടസുർക്കൊക്കെ അധികം മധുരം ഇല്ലാത്തത് തന്നെയാണ് ടേസ്റ്റ്. ബാക്കിയുള്ള പഞ്ചസാര സിറപ്പ് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഇനി ഇത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമില്ല, നമ്മളെ മുട്ടസുർക്കയ്ക്ക് നല്ലൊരു വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലൊരു മണത്തിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണേലും പ്രശ്നമില്ല. ഞാനിനി ഈ ഒരു ട്രേയിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഓയിലോ നെയ്യോ ഏതെങ്കിലും ഒന്ന് തേച്ചിട്ട് നല്ല പോലെ ഗ്രീസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും. പണ്ടുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ ആവിയിൽ വേവിച്ചെടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ നമ്മൾ ചെമ്പിൽ കേക്ക് ഉണ്ടാക്കുമല്ലോ, അതേപോലെ നല്ലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നല്ലോണം ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് അതിൽ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. നമ്മളെ മുട്ട മറിച്ചതൊക്കെ ഉണ്ടാക്കുമല്ലോ അതേപോലെ. അപ്പോൾ അത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ആവിച്ചെമ്പ് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉയരത്തിന് വേണ്ടിയിട്ടാണ് ഉള്ളിലൊരു പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ മിഡിലിൽ വെച്ച് കൊടുത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ വെള്ളൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ആവി കയറി വെള്ളം ഇറ്റാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് മൂടി കൊടുക്കണുണ്ട്. ഇനി നമ്മൾ ഈ വലിയ പാത്രത്തിൻ്റെ മൂടിയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നടുഭാഗത്തായിട്ട് കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇനി വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി.
ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അതായത് നല്ല പരന്ന പാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി കുറച്ച് ഉയരമുള്ള പാത്രമാണ്, കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തതെങ്കിൽ വേവാൻ കുറച്ച് സമയമെടുക്കും. ഞാനിത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ആ പഞ്ചസാര സീറൻ്റെ കൺസിസ്റ്റൻസി പലർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കണക്കിൽ പഞ്ചസാരയും വെള്ളവും എടുക്കുക. എന്നിട്ട് ആ മുട്ടൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആ മുട്ടൻ്റെ വെള്ളം കോരി മാറ്റല്ലോ. അപ്പോൾ തന്നെ ആ പഞ്ചസാരൻ്റെ സീറൻ്റെ കൺസിസ്റ്റൻസി റെഡിയായി കിട്ടും. ഒരു നൂൽപ്പാവോ അല്ലെങ്കിൽ സ്റ്റിക്കി കൺസിസ്റ്റൻസി ഒന്നുമല്ല. ആ പതഞ്ഞ് വരുന്നത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വീഡിയോ കുറച്ചധികം ലെങ്തി ആയി പോയെന്ന് തോന്നി, പക്ഷേ ഒരുപാട് ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻസിലൊന്ന് ഷെയർ ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മുട്ടമാലയും മുട്ടസുർക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.